വെൽക്കം ടു കണ്ടാട്ട വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല വേനൽക്കാലം ഒക്കെ ആണ്. അപ്പോൾ പൊടിയൊക്കെ പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പൊടിയെ തുരത്താനായിട്ട് നമ്മളിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞൻ കുപ്പി വെച്ചിട്ട് ഒരു കിടിലൻ മോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. വേറെ പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പഴയ ടീഷർട്ട്, അത്യാവശ്യമായിട്ട് നല്ലപോലെ പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ എടുത്തോ. അതൊന്നും എടുത്ത് തുടയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കാനൊക്കെ നല്ലതാണ്. അതേമാതിരി തന്നെ ഇങ്ങനത്തെ കുറച്ച് പരിപാടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ എടുത്ത് മാറ്റി വെച്ചോ. അപ്പോൾ നമ്മൾ അതിന് ആദ്യം തന്നെ വെട്ടിയെടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൈയുടെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗവും ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളിതാ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് ബാക്കി ഭാഗങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതാ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനൊന്ന് മടക്കിയിട്ടിട്ട് ഒരു ഏകദേശം ഒരു കറക്റ്റ്, അതായത് ബനിയനായതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇട്ട് പഴകിയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വലിഞ്ഞൊക്കെ നിൽക്കണ്ടാവും. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അങ്ങനെ ഭയങ്കരമായ പെർഫെക്ഷനൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് നമ്മുടെ ആവശ്യം മാത്രം നമുക്ക് നടന്നാൽ മതി. അപ്പോൾ നമ്മളിതാ രണ്ടായിട്ട് നമ്മൾ മുറിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് വെട്ടിയെടുക്കണം. അങ്ങനെ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 1 ഇഞ്ചിക്ക് മേളിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെട്ടണമെങ്കിൽ. അല്ലെങ്കിൽ മൊത്തമായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ അത് പീസാവില്ല. അങ്ങനെ പീസാവാണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നിവർത്തുമ്പോൾ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ കിടക്കില്ലേ, അതേപോലെ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പിണ്ടി പെരുന്നാളിനൊക്കെ നമ്മുടെ വർണ്ണക്കടലാസ് ഇതേമാതിരി വെട്ടി നമ്മൾ പിണ്ടി മുട്ടിക്കില്ലേ, അതേപോലെ തന്നെ വെട്ടി നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഒരെണ്ണം അതിങ്ങനെ എങ്ങനെയാണ് വെട്ടേണ്ടതെന്നുള്ളത് ഞാൻ നിവർത്തിയിട്ടിട്ട് കാണിച്ചു. ഇനി നമുക്ക് എളുപ്പ വഴിയിലേക്ക് പോവാം. അതിന് ഞാൻ രണ്ടായിട്ട് മടക്കിയിടാണ് കേട്ടോ. മടക്കിയിട്ട് വെട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ വെട്ടിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 പ്രാവശ്യം കൊണ്ട് നമ്മുടെ പണി പെട്ടെന്ന് നീങ്ങും. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ നമ്മളിതിനെ മടക്കിയിട്ടിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ചോയ്സ്? ഇനിയിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് വെട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയും വെട്ടിക്കോ, പണിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ വീഡിയോയിൽ അത് കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെയല്ലോ, അതിനാണ് കേട്ടോ ഞാനങ്ങനെ ആ ഒരെണ്ണം നിവർത്തിയിട്ടിട്ടത്. രണ്ടും കൂടി ഒരുമിച്ചിട്ട് വെട്ടണമെങ്കിലും വെട്ടാം, നോ പ്രോബ്ലം, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ നിവർത്തി റെഡിയാക്കി വെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി വേണം. ആദ്യം നമ്മുടെ കുപ്പി വേണം, പിന്നെ ഒരു മെഴുകുതിരിയും ഒരു പപ്പടം കുത്തിയുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കമ്പി കഷ്ണമായാലും മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ കത്തിയും. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണം, ആദ്യം തന്നെ നമ്മൾ ഈ കത്തിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ബോട്ടിലിനെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും അടിഭാഗവും ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇത് മെഴുകുതിരി ആകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇനി പെട്ടെന്ന് ചൂടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കിയത് കേട്ടോ, പെട്ടെന്നാവും. അപ്പോൾ അതിൻ്റെ അവിടെ ആ കഴുത്തും ആ ടോപ്പ് ആ സ്റ്റാർട്ടിങ്ങില്ലേ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ മുറിച്ചളയാണ്. അതേമാതിരി ബാക്കിലത്തെയും വേണ്ട. അപ്പോൾ 2 സൈഡും ഇപ്പോൾ തുറന്ന രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിലെ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ മുറിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല നീളത്തിലുള്ളൊരു ഷീറ്റ് പോലെ അങ്ങ് കിട്ടും. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പപ്പടം കുത്തിനെ നമ്മൾ നല്ലപോലെ ചൂടാക്കിയിട്ട് ഓട്ടകളിടാണ്. അതിങ്ങനെ നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലെയറായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതേമാതിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് കുത്തുമ്പോൾ 2 സൈഡിലായിക്കോളൂ കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെട്ടി വെച്ചേക്കുന്നതിൻ്റെ ആദ്യത്തെ പീസിൽ ഒരു പീസ് എടുക്കുകയാണ്. ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു വീതി നോക്കാം. നമ്മുടെ എടുത്തിട്ടില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൻ്റെ വീതി നോക്കിയിട്ട് ഇതിനെ നമുക്ക് മടക്കിയെടുക്കണം. അതായത് അതിനകത്തേക്ക് നമുക്ക് വെക്കാനാണ് കേട്ടോ. അപ്പോൾ മടക്കി നല്ല സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് വെച്ച് നോക്കാം, ആൾ കറക്റ്റ് അളവിന് ഇരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അളവ് വെച്ചിട്ട് അങ്ങ് നോക്കിയാൽ മതി, കയറിക്കോളും. അപ്പോൾ കറക്റ്റ് അളവായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂചിയും ഒരു നൂലും. അപ്പോൾ അതൊക്കെ കോർത്ത് ഇനി നമ്മൾ ഇതിനെ തുന്നി പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. അതിനാണ് നമ്മൾ ഈ കുഞ്ഞു ഓട്ടകളിട്ടത്. അപ്പോൾ 2 ലെയറുണ്ട്. അപ്പോൾ ഈ 2 ലെയറിൽ നമ്മൾ തുന്നുമ്പോൾ നല്ല ഇതായിട്ടിരുന്നോളൂ, സ്ട്രോങ് ആയിട്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ലെയർ നമ്മൾ തുന്നുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഓരോ ഓട്ട ഇങ്ങനെ വിട്ടിട്ട് അതേമാതിരിയല്ലേ ഇരിക്കുക. അത് കഴിഞ്ഞാൽ അറ്റത്തെത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് തുന്നുക. അപ്പോൾ ഇങ്ങോട്ട് തുന്നി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എല്ലാ ഓട്ടയിലും വന്നിട്ട് നല്ല പെർഫെക്റ്റായി കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ മേളിലത്തെ പോർഷനിലും തുന്നി അങ്ങ്
പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇട്ട് എവിടെയൊക്കെ ഇത് പൊടി തട്ടാനാണല്ലോ, അപ്പോൾ നമ്മൾ എന്തായാലും ഇത്തിരി സ്ട്രോങ് ആയിട്ട് നമ്മൾ തട്ടും. അപ്പോൾ അത് പോവാണ്ടിരിക്കാനാണ് നമ്മൾ ഇതേമാതിരി തുന്നി നല്ല പോലെ പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മുടെ മെഷീൻ നൂലില്ലേ, നമ്മൾ ഉടുപ്പൊക്കെ തയ്ക്കുന്ന നൂല്, ആ നൂല് തന്നെയാണ് ഇട്ടത്. കുറച്ചും കൂടി കട്ടിയുള്ള നൂല് നൈലോണിൻ്റെ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇട്ട ഒരു പ്രശ്നമില്ല കേട്ടോ. അതായത് അപ് ടു നമുക്ക് എന്തോരം സ്ട്രോങ് ആയിട്ടിരിക്കണം, ഇത് നല്ല സ്ട്രോങ് ആണ്, ഇനി അതിലും കൂടുതൽ സ്ട്രോങ് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡിലാണ് അത് തുന്നി പിടിപ്പിച്ചത്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ ഷീറ്റിൻ്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ രണ്ടാമത് നമ്മൾ വെട്ടി വെച്ചേക്കണ കഷ്ണമല്ലേ, അത് ഇതേമാതിരി തന്നെ അളവിന് എടുക്കുക. അളവിനെടുത്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ അതും തുന്നി പിടിപ്പിക്കുകയാണ്. ഇതേമാതിരി തന്നെ 2 ലെയറിലും നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങ് തുന്നി അങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി മുക്കാ ഭാഗത്തോളം പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മോപ്പിൻ്റെ ഒരു സംഭവം നമുക്കിതാ സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിപ്പോൾ കിട്ടും, അത് തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടും. ഇനി നമുക്കിതിൻ്റെ പിടി കൊടുക്കണം, വേറൊരു സാധനം കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ ഏകദേശം ഒരു 80% നമ്മുടെ ഇതായിട്ട് നമുക്കിപ്പോൾ മോപ്പിൻ്റെ സാധനം സെറ്റായിട്ട് ഇതേ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ അപ്പുറം ഇപ്പുറയും നമ്മൾ തുന്നി പിടിപ്പിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വരെ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അടുത്ത പണി വളരെ സിമ്പിളാണ്. ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു അളവിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനകത്ത് ഓട്ടയിടണം. അതിപ്പോൾ ആ ഒരു അളവിന് നിങ്ങൾ കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയിൽ അങ്ങ് കയറും. അപ്പോൾ അതേ നമ്മുടെ പൈപ്പ് അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് ലൈറ്റായിട്ട് നമ്മുടെ മെഴുകുതിരിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് സംഭവം അവിടെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ അതിനകത്തുനിന്ന് ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോഴൊന്നും ഊരിപ്പോരാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കവർ ചെയ്യാനായിട്ട് നമുക്ക് ഇൻസുലേഷനോ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ പൊടി തട്ടുമ്പോൾ നല്ല സൂപ്പറായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ പൊക്കോളും. അപ്പോൾ ഇപ്പോൾ നൊയമ്പും കാര്യങ്ങളൊക്കെ മുസ്ലിംസുകളുടെ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സുഖമായിട്ട് നമുക്ക് 10 പൈസ ചിലവില്ല, കൂടി വന്ന ഒരു അരമണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ പഴയതാണെന്ന് പറഞ്ഞ് കളയുന്ന സംഭവങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഷോക്കേസും കബോർഡും എന്തൊക്കെയുണ്ടോ എവിടെയൊക്കെ പൊടിയുണ്ടോ എല്ലാം നല്ല ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ഇത് നാശമായി പോകുന്നതോന്നല്ലോ, ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, പൊടി തട്ടാനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല കിടിലൻ ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ശ്രുതി. ബൈ.